ഹലോ, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ ന്യൂജേഴ്സിയിലെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ജിലു, എവിടെയാണ് സ്ഥലം? അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് ന്യൂജേഴ്സിയിലുള്ള ഡാൾട്ടൺ ഫാമിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സമ്മറൊക്കെ ആയി. അപ്പോൾ ഇവിടെ കുറച്ച് പുഷ്പങ്ങളൊക്കെ പുഷ്പിക്കുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങളൊരു ടൂലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഡാൾട്ടൺ ടുലിപ്പ് ഫാമിലാണ്. കാണാൻ ഇഷ്ടം പോലെ ടുലിപ്പ് ഫ്ലവേഴ്സ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം അതിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് കടന്നാലോ? Lightning strikes by my window. Hits my chest right in the morning, like a warning. Could have slept here for days. I felt your heartbeat, felt your mouth breathe, but it's not real. We were close to see the sun, but clouds got in our way, and so ഞങ്ങൾ ഫാമിൽ കൂടെ നടക്കുകയാണ്. ഇത് ഏകദേശം 100 ഏക്കർ ഫാം ആണ്. ഒരു ഫാമിലി ഓൺഡ് ഫാം തന്നെയാണിത്. ഇത് കുറേ ഉണ്ട്. നെതർലാൻഡ്സിലൊക്കെ കാണുന്നതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മിനിയേച്ചർ നമ്മുടെ അന്യൻ സിനിമയിലൊക്കെ ഉണ്ട്. അതുപോലെ കുറേ സിനിമകൾ അതിൽ ഫോട്ടോ അതിൻ്റെ അകത്ത് പാട്ടല്ലേ? അല്ലല്ല, സോറി, അയിലെ പാട്ടാണ് അത്. അയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഈ പൂവാണോന്ന് അറിയില്ല. ഏതൊരു പൂവുണ്ട്. ഇത് കുറേ കളേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഈ വീക്കെൻഡ് കണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സമാപനം. അപ്പോൾ ഞങ്ങളത് കൂടെ നടക്കുകയാണ്. കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് നേരെ ഇനി ആ സൈഡിലോട്ട് പോകാം. lightning strikes by my window. Hits my chest right in the morning, like a warning. Could have slept here for days. I felt your heartbeat, felt your mouth breathe, but it's not real. We were close to see the sun, but clouds got in our way, and so അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചയായി. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു 2-3 റെസ്റ്റോറൻറ്റ്സ് അല്ല, ഒരു കാർട്ട് നമ്മുടെ തട്ടുകട പോലെ ഉണ്ട്. അപ്പോൾ അവിടെ 2-3 കാർട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുഡ് എന്താ നോക്കട്ടെ. അപ്പോൾ വിശന്ന് നല്ല കൂടുതൽ കാണാം.
ഇനി ജില്ലൂസിന് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച്. അതെ, അതാണ് ഇവിടെ വന്ന് കാണുന്നുണ്ട്. ആൺപിള്ളേരെല്ലാം വന്ന് പെൺപിള്ളേർ ഫോട്ടോ എടുത്ത് കൊടുക്കില്ല തന്നെ. അവരെ കഷ്ടപ്പാട് കാണുമ്പോൾ പിന്നെ ആണുങ്ങൾക്ക് എന്ത് ഫോട്ടോ എടുക്കാനാണ്? ഫുൾ ഗേൾസ് അല്ലേ ഫോട്ടോസ് എടുക്കുന്നത്? നോ 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 ഞാൻ കുറച്ച് വീഡിയോസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അവർ കഷ്ടപ്പെട്ട് ഇരുന്നും കിടന്നൊക്കെ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് അവർ ദേഷ്യപ്പെടുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. ഇത് ശരിയായില്ല, മറ്റു ശരി, ഒന്നുകൂടി എടുക്കുന്നുണ്ട്. എന്ത് ചിരിക്കുന്നു? കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കത് കാണുമെങ്കിൽ ഞങ്ങളുടെ IG സ്റ്റോറി നോക്കുക. IG-ൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണാം. അതെ, വീഡിയോസ് കുറച്ച് അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ജിനോ വ്ളോഗ്സ് എന്നാണ്. അപ്പം അത് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ അപ്ഡേറ്റഡ് ആയ കാര്യങ്ങൾ കാണാൻ പറ്റും. ഞങ്ങൾ പോകുന്ന ഓരോ യാത്രയിലെ ഫോട്ടോസ് ഞങ്ങൾ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്ത് കൊടുത്തിട്ട് വരട്ടെ. അല്ലെങ്കിൽ അവസരം എൻ്റെ അടുത്ത് കയറുന്ന കാറിക്കൊണ്ടിരിക്കും. എങ്ങനെ പറയ്ക്കുന്നത്? ഞങ്ങൾ പലവട്ടം പറയ്ക്കാൻ നോക്കി, പക്ഷെ പറയ്ക്കാൻ നോക്കിക്കൊണ്ട് പകുതി മുറിഞ്ഞു പോരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരാൾ ചോദിച്ചില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. നമ്മൾ കൈ കൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം അടിയിലായിട്ട് ഇവിടെ പിടിക്കണം. നമുക്ക് വേരോടെ കിട്ടും. സോ ഇത് നമുക്ക് പിന്നെ നമുക്ക് വെള്ളത്തിൽ എവിടെയെങ്കിലും ഇട്ട് വയ്ക്കാം. ചിലർ ബൊക്കയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. സോ അതിന് ഓരോന്നിനും ഓരോ $. സോ അത് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് പേ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് തുലിപ്പ് ഫാമിൽ ഒന്ന് പറക്കേണ്ടത്. എനിക്ക് ആരും കണ്ടില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇവിടുന്ന് എൻ്റെ പുറകെ കാണുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് റാപ്പ് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങുന്നിടത്താണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് എവിടെയെങ്കിലും അത് പറിച്ചിട്ട് വന്നിട്ട് ഈ കാണുന്ന പോലെ ചെറുതായിട്ട് റാപ്പ് ചെയ്ത് ഒരു പേപ്പറിൽ റാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ $3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാഗ് കിട്ടും. അതിനകത്ത് വാങ്ങിയിട്ട് വെളിയിൽ പോകുന്ന നമ്മൾ ഇറങ്ങി പോകുന്ന എക്സിറ്റ് എടുക്കുന്നിടത്താണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിൻ്റെ എല്ലാം കണ്ടു കഴിഞ്ഞു. തുലിപ്പെല്ലാം കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. കുറച്ചിനി ഞങ്ങൾ പൂ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും കൂടി ഒന്ന് പേ ചെയ്ത് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ തീരുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ, ലൈക്ക്, കമൻറ്റ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിൽ, എവിടെയാണ് എല്ലാ സെറമണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും പെട്ടെന്ന് കയറാൻ പറ്റില്ല.